കടൽക്ഷോഭം പരിഹരിക്കാൻ ചർച്ചകൾ തുടരുമ്പോഴും എറണാകുളം എടവനക്കാട് നിവാസികളുടെ ദുരിതം തുടരുകയാണ്. തീരദേശത്തെ ഭൂരിഭാഗം വീടുകളിലും വെള്ളം ഇരച്ചു കയറുന്ന സ്ഥിതിയാണ്. കടലാക്രമണം തടയാൻ ശാശ്വതമായിട്ടുള്ള പരിഹാരമില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഡാനി പോൾ റിപ്പോർട്ടർ. എടവനക്കാട് കാലവർഷം കനത്തതോടെ വലിയ രീതിയിലേക്ക് കടലാക്രമണം ഏറിയിരിക്കുന്നു എന്നതാണ്. അതിൽ ഇപ്പോൾ സമരരംഗത്ത് സംഘടനകൾ തുടരുന്നു, ജനകീയ സമരസമിതികൾ ഉണ്ടാകുന്നു, CPM സമരരംഗത്തേക്ക് വന്നിരിക്കുന്നു. കാരണം ഇത്ര കണ്ട സ്ഥിതിഗതികൾ വഷളായിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ അത്തരമൊരു കൂട്ടായ സമരരീതിയിലൂടെയും കാര്യങ്ങളിലെ ജനങ്ങളുടെ വിഷയങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന രീതിയിൽ തന്നെയാണ് ജനകീയ സമരസമിതി അടക്കം നിൽക്കുന്നത്. ഈ രീതിയിൽ കടൽഭിത്തി പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിലെ കടന്നുപോയിരുന്ന റോഡ് അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അതിൽ കൂടെ സഞ്ചരിക്കാൻ പോലും കഴിയില്ല. ഇത് മുനമ്പം വരെ നീണ്ടുപോയിരുന്ന ഒരു പാതയാണ്. അതിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോയിട്ട് നടന്നു പോലും പോകാൻ കഴിയാത്ത രീതിയിലേക്ക് വരുന്നു. ഏത് സമയവും ഈ റോഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ആഞ്ഞടിക്കാവുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അടിയന്തരമായി നടപടികൾ ഉണ്ടായിരിക്കുന്നത് ജിയോ ബാഗുകൾ നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലാണ്. അതിന്റെ പോലും നിർമ്മാണ പ്രവർത്തനങ്ങളെ തടയുന്ന അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് പലയിടത്തും കടലാക്രമണം മാറിയിട്ടുണ്ട്. ഈ മേഖലയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തങ്ങൾ നീങ്ങുകയില്ല എന്നവർ പറയുമ്പോൾ കൂടിയും ഇവിടെ സ്വന്തം വീട്ടിൽ കഴിയുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ആയാലും തീരദേശത്തെ വൈപ്പിൻ മേഖലയിലെ ഒരു എടവനക്കാട് പോലുള്ള ഈ ഒരു കോസ്റ്റൽ ബെൽറ്റിലെ ജീവിതം തീർത്തും ദുസ്സഹമാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അടിയന്തരമായ ഇടപെടലുകൾ ഇതിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജില്ലാ കളക്ടർ അടക്കം വകുപ്പ് മന്ത്രിയുമായി നടത്തുന്ന ചർച്ചകളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് അവർ പറയുന്നു. ശാശ്വതമായ തീരുമാനങ്ങൾ വേണം. ജിയോ ബാഗുകൾ കൊണ്ട് താൽക്കാലിക സംവിധാനം ഒരുക്കി ആർക്കും ഇവിടെ നിന്ന് കടന്നു കളയാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഒരു സ്ഥിരം സംവിധാനത്തിലേക്ക് നീങ്ങാതെ അവർക്ക് കഴിയില്ല എന്ന് പറയുന്നു. ജിയോ ബാഗുകളുടെ ഒരു സ്ഥിതി ഇതാണ്. നേരത്തെ ഇട്ട ജിയോ ബാഗുകൾ ഈ രീതിയിലെല്ലാം തന്നെ പോയിരിക്കുന്നു. അപ്പോൾ ഇതിനു മുകളിൽ പിന്നെ പുതിയത് സ്ഥാപിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അടിയന്തരമായ നടപടികൾ സ്ഥിരമായ രീതിയിൽ തങ്ങൾക്ക് ഇതൊരു പരിഹാരമുണ്ടാകുമെന്ന രീതിയിൽ ഉറപ്പ് നൽകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായിട്ട് തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എടവനക്കാട് നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. തീരദേശത്തുള്ളവരുടെ ആ ദുരിതം അത് പരിഹരിക്കപ്പെടണം എന്നുള്ള എടവനക്കാട് വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നത്. അതിൽ തീരുമാനം അത് ശാശ്വത പരിഹാരത്തിനുള്ളതാവട്ടെ എന്ന് മാത്രം. കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങി